എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുക എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്, അല്ലേ? പക്ഷേ വചനം പറയുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും, പക്ഷേ ചില കണ്ടീഷനുണ്ട്. എന്താണ് ആ കണ്ടീഷൻ? ദൈവത്തിൻ്റെ വഴിയിൽ നടക്കണം, അവൻ്റെ വചനം പ്രമാണിക്കണം. ആവർത്തന പുസ്തകം 5:33 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘായുസ്സോടുകൂടി ഇരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴിയിലും നടന്നുകൊള്ളുവിൻ. അതെ, കർത്താവിൻ്റെ വചനം പറയുന്നത് ദൈവിക അനുഗ്രഹം നമ്മുടെ മേൽ സിദ്ധിക്കണമോ അവൻ്റെ എല്ലാ വഴിയിലും നടന്നുകൊള്ളാനാണ് പറയുന്നത്. അല്ലാഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്മേൽ ആ ദൈവിക അനുഗ്രഹം സിദ്ധിക്കണമെന്നില്ല. ദൈവത്തിൻ്റെ വചനം കേൾക്കുക മാത്രമല്ല, അത് അനുഷ്ഠിക്കണം, അത് പ്രമാണിക്കണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ ദൈവിക നന്മകളുടെ ലാക്ക് അഥവാ ദൈവിക നന്മകളുടെ കുറവ് നിങ്ങളുടെ ഏതെങ്കിലും ജീവിത മേഖലകളിൽ മേൽ അനുഭവപ്പെടുന്നുണ്ടോ? ഇന്ന് പകലിൽ നിങ്ങളെ തന്നെ ഒന്ന് പുനഃപരിശോധന നടത്തിയാട്ടെ. ചിലപ്പോൾ അതിന് കാരണം ക്ഷമിക്കപ്പെടാത്ത പാപമായിരിക്കാം. എൻ്റെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദൈവത്തിന് ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണം അത്രേ. ഇന്ന് പകലിൽ ദൈവവചനം പ്രമാണിക്കാതിരിക്കുന്നത് പാപമാണ്. അങ്ങനെ ക്ഷമിക്കപ്പെടാത്ത എന്തെങ്കിലും പാപങ്ങൾ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാട്ടെ. ദൈവം വിശ്വസ്തനായ ദൈവമാണ്, യേശു വിശ്വസ്തനായ ദൈവമാണ്. നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് ദൈവിക അനുഗ്രഹത്തിലേക്ക് നമ്മളെ അവൻ വഴി നടത്തും. ഇന്ന് പകലിൽ നമ്മുടെ ജീവിതത്തിന്മേൽ കറക്ഷൻ വേണ്ട മേഖലകളിന്മേൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ കറക്റ്റ് ചെയ്യും, പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യും, നേർവഴിക്ക് നടത്തും. അതെ, ഇന്ന് പകലിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ദൈവിക അനുഗ്രഹത്തിൻ്റെ ശൂന്യതകൾ അനുഭവിക്കുന്നോ? ഏതെങ്കിലും മേഖലകളിന്മേൽ ഒരു കുറവ് അനുഭവിക്കുന്നുണ്ടോ? ഇന്ന് ആ മേഖലകളിന്മേൽ സ്വർഗത്തിലെ ദൈവം ആ മേഖലകളെ കർത്താവ് അനുഗ്രഹിക്കുവാൻ പോകുന്നു. ലൂക്കോസ് 11:28 ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രയും ഭാഗ്യവാന്മാർ. അതെ, ഇന്ന് ആ വചനം കേട്ട് അനുസരിച്ച് നിങ്ങൾ ആ ഭാഗ്യ പദവിയിലേക്ക് കയറിയാട്ടെ. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ എല്ലാ മേഖലകളിലും അനുഗ്രഹിക്കുവാൻ പോകുന്നു. റിസീവ് ചെയ്താട്ടെ. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, കർത്താവിനോടൊപ്പം നടന്നാട്ടെ, കർത്താവിൻ്റെ വചനം പ്രമാണിച്ചാട്ടെ, അനുഗ്രഹത്തെ റിസീവ് ചെയ്താട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കുക. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്ന ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൻ്റെ റിസൾട്ട് ഏതൊക്കെ മേഖലകളിന്മേൽ അവർ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ശൂന്യതകൾ കർത്താവെ കുറവ് അനുഭവിക്കുന്നോ, കർത്താവെ ദൈവം അതിനെ നികത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ കുറവുകളെ സ്വർഗത്തിലെ ദൈവം ഈ വചനത്തിൽ കൂടി വചനം സംസാരിച്ചുകൊണ്ടിരുന്ന സമയം തന്നെ ദൈവം നികത്തിയതിനായിട്ട് നന്ദി. ദൈവിക അനുഗ്രഹങ്ങൾ അവരുടെ മേൽ സിദ്ധിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. സകലമാനവുമത്വം കർത്താവിനെ ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനത്താലേവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കുന്നു.